അൻസിബയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. അപകീർത്തി കേസ് മാത്രമായി പരിഗണിക്കാൻ കഴിയൂവെന്നും പോലീസ്. എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് അൻസിബ സമർപ്പിച്ച സ്വകാര്യ അന്യായം പരിഗണിച്ചത്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും രേഷ്മ ചേരുകയാണ്. രേഷ്മ, എന്താണ് കോടതി പറയുന്നത്? നീലിമ, വ്യക്തി അധിക്ഷേപം നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് നേരത്തെ അൻസിബ ഹസൻ ഒരു പരാതി പോലീസിന് നൽകിയിരുന്നു. ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയ്ക്കുമെതിരെ കേസെടുക്കണമെന്നുള്ളതായിരുന്നു അൻസിബയുടെ പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം. പക്ഷേ ഇക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ ഒരു നിലപാട് രേഖാമൂലം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. ലക്ഷ്മിപ്രിയയ്ക്കും അതോടൊപ്പം തന്നെ ശ്വേതാ മേനോനുമെതിരെ അൻസിബ നൽകിയിട്ടുള്ള പരാതിന്മേൽ കേസെടുക്കാൻ സാധിക്കില്ല. FIR ഇട്ട് കേസെടുക്കാൻ തക്ക സാഹചര്യങ്ങളില്ല. അപകീർത്തി കേസ് മാത്രമേ ഇക്കാര്യത്തിൽ പറ്റുകയുള്ളൂ എന്നാണ് പോലീസ് രേഖാമൂലം തന്നെ മറുപടി അൻസിബ ഹസന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അൻസിബയ്ക്ക് തുടർ നടപടിക്ക് വേണ്ടിയിട്ട് കോടതിയെ സമീപിക്കാമെന്നും മറുപടിയിൽ പോലീസ് പറയുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ഈ പോലീസ് കേസെടുക്കാൻ വൈകിയതോടുകൂടി അൻസിബ ഹസൻ എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നു. ആ സ്വകാര്യ അന്യായം ഇന്ന് പരിഗണിച്ച വേളയിലാണ് പോലീസ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. അപകീർത്തി കേസ് മാത്രമാണ് ഇക്കാര്യത്തിൽ എടുക്കാൻ സാധിക്കുക. മറ്റ് FIR ഇട്ട് ക്രിമിനൽ കേസ് എടുക്കാനായിട്ടുള്ള നടപടികളൊന്നും തന്നെ ഇക്കാര്യത്തിൽ പറ്റില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. അൻസിബയുടെ പ്രധാനപ്പെട്ട ആരോപണവും ആക്ഷേപവും എന്ന് പറയുന്നത് ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു, അതായത് അശ്ലീലം നിറഞ്ഞ ആരോപണങ്ങൾ സ്വകാര്യ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് അത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചുകൊണ്ട് തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് ശ്വേതാ മേനോനും അതോടൊപ്പം തന്നെ ലക്ഷ്മിപ്രിയയ്ക്കും എതിരായിട്ടുള്ള ആരോപണം. ലക്ഷ്മിപ്രിയ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം ആരോപണങ്ങൾ അടങ്ങിയിട്ടുള്ളത്. ആ അഭിമുഖം പൂർണ്ണമായിട്ടും തങ്ങൾ പരിശോധിച്ചു. പക്ഷെ അതിൽ അപകീർത്തി മാത്രമാണ് ഉൾപ്പെടുന്നത്. മറ്റ് ക്രിമിനൽ കേസ് എടുക്കാനായിട്ടുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്നാണ് പോലീസ്. അപ്പോൾ ലക്ഷ്മിപ്രിയയ്ക്കും ശ്വേതാ മേനോനുമെതിരെ അത്തരത്തിൽ കേസെടുക്കാനാകില്ല എന്നുള്ള നിലപാടാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.